റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പ്രഖ്യാപിച്ച ഇമിഗ്രേഷൻ ധവളപത്രത്തിലെ വിവരങ്ങൾ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയുടെ അടിവേരി ഇളക്കുന്നതാണ്. ഗ്രാജുവേറ്റ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലെ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്കിനെ ബാധിക്കുമെന്ന് ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ ഭയക്കുന്നു. 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 18 മാസമായി ചുരുക്കുവാനാണ് ധവളപത്രം നിഷ്കർഷിക്കുന്നത്. ഇപ്പോൾ തന്നെ സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന യൂണിവേഴ്സിറ്റികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത് വിദേശ വിദ്യാർത്ഥികളെ അകറ്റുവാൻ കാരണമാകുന്നുവെന്ന ആശങ്കയുമുണ്ട്. വിദേശത്തു നിന്നെത്തുന്നവർ 54% വിദ്യാർത്ഥികളായ കിങ്സ് കോളേജ് ലണ്ടൻ ഇനി എങ്ങനെ ഈ റിക്രൂട്ട്മെന്റ് തുടരുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ പഠനത്തിനായി UK ആകർഷിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് നിലവിലെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ മാനദണ്ഡങ്ങളാണ്. പഠനം പൂർത്തിയാക്കിയാലും 2 വർഷം UK തുടരുവാനും ജോലി തേടുവാനും ഇതിലൂടെ സാധിക്കും. എന്നാൽ 2 വർഷത്തേത് 18 മാസമായി കുറയ്ക്കണമെന്ന നിർദ്ദേശവും ഇതിൽ ഉണ്ട്. ഇത് നിലവിലുള്ള വിദ്യാർത്ഥികൾക്ക് ബാധകമായോ അതോ സെപ്റ്റംബറിലെ പുതിയ അക്കാദമിക് ഘട്ടം മുതലാണോ പ്രാബല്യത്തിൽ വരികയെന്നതും വ്യക്തമല്ല. ഇപ്പോൾ തന്നെ സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന യൂണിവേഴ്സിറ്റികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത് വിദേശ വിദ്യാർത്ഥികളെ അകറ്റുവാൻ കാരണമാകുമെന്ന ആശങ്കയുമുണ്ട്. വിദേശത്ത് നിന്നെത്തുന്നവർ 54% വിദ്യാർത്ഥികളായ കിങ്സ് കോളേജ് ലണ്ടൻ ഇനി എങ്ങനെ റിക്രൂട്ട്മെന്റ് തുടരുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അപ്രതീക്ഷിതമായി ലേബർ സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന കുടിയേറ്റ നയങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഒരുക്കുന്നതാണ്. ഇതുമൂലം നിരവധി നഴ്സുമാർ UK ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ആയിരക്കണക്കിന് നഴ്സുമാർ രാജ്യം വിടാൻ ആലോചിക്കുകയാണ്. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത വിദേശ നഴ്സുമാരിൽ 42% പേർ ബ്രിട്ടൻ വിടാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 70% പേർ വേതനത്തിന്റെ കാരണമാണ് പറഞ്ഞതെങ്കിലും 40% പേർ സർക്കാരിന്റെ കുടിയേറ്റ നയത്തെയാണ് വിമർശിച്ചത്. ബ്രിട്ടൻ വിട്ടുപോകുവാൻ ആലോചിക്കുന്നവരിൽ 2 പേരും അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ആയിരക്കണക്കിന് വിദേശ നഴ്സുമാർ നാടുവിടുന്നത് നിലവിലെ അവസ്ഥയിൽ NHSന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. കുടിയേറ്റം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ട് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. 82 പേജ് വരുന്ന ധവളപത്രത്തിലൂടെയാണ് സർക്കാരിന്റെ പുത്തൻ നയങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭാവന അധിഷ്ഠിത പൗരത്വ മാതൃകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ അതിനു മുൻപ് 10 വർഷമെങ്കിലും ബ്രിട്ടനിൽ താമസിച്ചിരുന്നവരായിരിക്കണം. നിലവിൽ 5 വർഷം രാജ്യത്ത് താമസിച്ചിരുന്നവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഈ മാറ്റം രാജ്യത്തെ സമ്പദ്ഘടനയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ളവരുടെ കാര്യത്തിൽ ഇളവ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർക്ക് അടിയന്തരമായി തന്നെ പൗരത്വം നൽകുവാനുള്ള വ്യവസ്ഥകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഴ്സുമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, AI വിദഗ്ധർ എന്നിവർക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത്. പുത്തൻ മാറ്റങ്ങൾ രാജ്യത്തെ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 1 ലക്ഷം പേരുടെ കുറവെങ്കിലും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കുടിയേറ്റം കുറയ്ക്കുവാൻ സർക്കാർ ഇനിയെങ്കിലും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കിയാൽ എണ്ണം ഇനിയും കുറയുമെന്നും അധികൃതർ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യ പാക് വെടിനിർത്തലിന് ആരാണ് ആഹ്വാനം ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമാധാനത്തിന് മധ്യസ്ഥത വഹിച്ചത് US ആണെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ചൊല്ലി വിവാദം ഉയർന്ന സാഹചര്യത്തിലാണ് S. ജയശങ്കറിന്റെ പരാമർശം. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പാകിസ്ഥാന് എത്ര വലിയ നാശനഷ്ടമുണ്ടായെന്ന് വ്യക്തമാണെന്നും ജയശങ്കർ പറഞ്ഞു. മെയ് 7 പിന്മാറുവാൻ തയ്യാറാകാതിരുന്ന പാകിസ്ഥാൻ മെയ് 10 പിന്മാറുവാനും സംസാരിക്കുവാനും തയ്യാറായി. വെടിനിർത്തൽ ആരാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാണ്. ഞങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അതിനാൽ പാക് സൈന്യത്തിന് ഇതിൽ ഇടപെടാതിരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അവർ നല്ല ഉപദേശം സ്വീകരിക്കുവാൻ തയ്യാറായില്ല. ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് സംഭവിച്ചത് ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണെന്നും അവർക്ക് സംഭവിച്ചത് എത്ര വലിയ നഷ്ടമാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയത് തെറ്റില്ലെങ്കിലും ശരിയല്ലെന്ന് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ. തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിവെച്ചു. തന്നെ ഒഴിവാക്കുവാനുള്ള കാരണം ഇതുവരെ പിടികിട്ടിയില്ല. ദീപാദാസ് മുൻഷി കൊടുത്ത റിപ്പോർട്ടിനോട് എതിർപ്പുണ്ടെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രവർത്തകർ കൂടെയുണ്ടെങ്കിൽ പാർട്ടിയുടെ അംഗീകാരം ആവശ്യമില്ല. ഔദ്യോഗിക സ്ഥാനമില്ലെങ്കിലും പ്രവർത്തിക്കും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ അതിർത്തിയില്ല. ഉണ്ടെങ്കിൽ രാജിവെച്ചേനെ. പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവായിട്ട് എന്ത് കാര്യം? തന്റെ മാറ്റത്തിൽ VD സതീശന് റോളുണ്ടെന്ന് കരുതുന്നില്ല. ആരുടെയെങ്കിലും സപ്പോർട്ടിന് വേണ്ടി നടന്നിട്ടില്ല. സണ്ണി ജോസഫ് തന്റെ നോമിനിയല്ല. ഹൈക്കമാൻഡിൽ പിണറായിക്ക് പിടിയുണ്ടോ എന്ന് അണികൾക്ക് സംശയമുണ്ടാകും. തനിക്കില്ല. പിണറായി എതിർക്കുവാൻ തനിക്കാകുമെന്നും സുധാകരൻ പറഞ്ഞു.
ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ വഞ്ചിയൂർ കോടതിയിലെ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം സെഷൻ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. മർദ്ദനമേറ്റ JV ശ്യാമലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നത്. ഇതോടെ മുങ്ങിയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. തന്റെ ജൂനിയറായ പാറശാല കരുമാനൂർ കോട്ടവില പുത്തൻ വീട്ടിൽ ശ്യാമലയെ മർദ്ദിച്ച ശേഷം ബെയിലിൻ ദാസ് വലിയതുറ കോസ്റ്റൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തി ചികിത്സ തേടിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. മുഖത്ത് പരിക്കേറ്റെന്നാണ് ആശുപത്രിയിൽ അറിയിച്ചത്. ഇനി കായിക വാർത്തകൾ. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് പാതിവഴിയിൽ ഉപേക്ഷിച്ച് IPL കളിക്കാനെത്തി ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ മിച്ചൽ ഓവൻ. പരിക്ക് പറ്റി പുറത്തായ ഗ്ലെൻ മാക്സ്വെല്ലിന്റെ പകരക്കാരനായി 3 കോടി രൂപയ്ക്കാണ് ഓവൻ പഞ്ചാബ് ടീം ക്യാമ്പിൽ ചേർന്നത്. IPL-ഉം പാകിസ്ഥാൻ സൂപ്പർ ലീഗും മെയ് 17 തുടങ്ങാനിരിക്കെയാണ് മാക്സ്വെല്ലിന്റെ പകരക്കാരനെ പഞ്ചാബ് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ ബാബർ അസം നയിക്കുന്ന പെഷവാർ സൽമിയുടെ താരമായിരുന്നു ഓവൻ. പാക് ലീഗിൽ പ്ലേ ഓഫിൽ കടക്കുവാനുള്ള സാധ്യത ടീമിന് ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും പെഷവാറിനൊപ്പം തുടരേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു ഓവൻ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.69 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.